Good morning. ഈ വീഡിയോ ലെക്ചറിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് തെവനിൻസ് തിയറം ആൻഡ് നോർട്ടൺസ് തിയറം വെച്ചുകൊണ്ടുള്ള പ്രോബ്ലംസ് ആണ്. സോ ഫസ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫസ്റ്റ് പ്രോബ്ലത്തിൽ തെവനിൻ വോൾട്ടേജ് ഇവാലുവേറ്റ് ചെയ്യാനാണ് ഈ ക്വസ്റ്റിനിൽ പറയുന്നത്. 5 ohm, 3 ohm, 30 volt, 10 ohm, R equal to 10 ohm. സോ ഈ പ്രോബ്ലം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം തെവനിൻസ് തിയറം എന്താണെന്ന് ചെക്ക് ചെയ്യാം. തെവനിൻസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത് ഒരു കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്കിനെ നമുക്ക് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. റൈറ്റ്. സോ ഇതേ കണക്കൊരു കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ ഇതേ കണക്കൊരു നെറ്റ്വർക്ക് വരുമ്പം നമുക്ക് അതിനെ വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാൻ പറ്റുന്നതാണ് തെവനിൻസ് തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ മാർക്ക് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് R equal to 10 ohmന് ലെഫ്റ്റ് സൈഡായിട്ടാണ് നമ്മളിത് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. ഈ ഫിഗറിനെ ഈക്വലൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യുമ്പം ഈ വോൾട്ടേജ് ആണ് നമ്മുടെ തെവനിൻ വോൾട്ടേജ് VTH. ദിസ് റെസിസ്റ്റൻസ് ആണ് തെവനിൻസ് റെസിസ്റ്റൻസ്. ഇത് R equal to 10 ohm ക്വസ്റ്റ്യന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതേ കണക്കൊരു കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ ഒരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന തിയറമാണ് തെവനിൻസ് തിയറം. ഇത് എന്തുകൊണ്ട് ഇത് പ്രിഫർ ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും കോംപ്ലിക്കേറ്റഡ് നെറ്റ്വർക്ക്സിനെ സിമ്പിൾ നെറ്റ്വർക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ തന്നിരിക്കുന്ന സർക്യൂട്ട് വളരെ എളുപ്പമുള്ളൊരു സർക്യൂട്ടാണ്. ബട്ട് പ്രാക്ടിക്കലി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരുന്ന സർക്യൂട്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ അങ്ങനത്തുള്ള സർക്യൂട്ടുകളിൽ ഈ തെവനിൻസ് തിയറം വഴി കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കതിനെ ഇതേ കണക്കൊരു വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ തിയറം സ്റ്റേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് രണ്ട് എലമെന്റ്സ് ആണ് ഇവാലുവേറ്റ് ചെയ്യാനുള്ള, തെവനിൻ വോൾട്ടേജും തെവനിൻ റെസിസ്റ്റൻസും ആണ്. അപ്പോൾ തെവനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് ഈ രണ്ട് പോയിന്റിന് അക്രോസ് വരുന്ന ഓപ്പൺ സോഴ്സ് വോൾട്ടേജ് ആണ് തെവനിൻ വോൾട്ടേജ്. റൈറ്റ്. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ഫിഗറിലേക്ക് വരുമ്പോൾ ഇവിടെ നമ്മൾ തെവനിൻ വോൾട്ടേജ് ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഈ പോയിന്റിന് അക്രോസ് എത്ര വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്നു എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തെവനിൻ വോൾട്ടേജ് ആയി. സിമിലർലി തെവനിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സർക്യൂട്ടിന്റെ ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസ് ആണ്. അതായത് വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യണം. സിമിലർലി കറണ്ട് സോഴ്സിനെ കില്ല് ചെയ്യണം. വോൾട്ടേജ് സോഴ്സിനെ കില്ല് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോൾട്ടേജ് സോഴ്സിനെ നശിപ്പിക്കുക അല്ലെങ്കിൽ കിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കറസ്പോണ്ടിംഗ്ലി ഷോർട്ട് ആക്കണം. റൈറ്റ്. സിമിലർലി കറണ്ട് സോഴ്സിനെ ആണെങ്കിൽ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ആക്കണം. അങ്ങനെ നമുക്ക് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന സർക്യൂട്ടിൽ നിന്ന് കിട്ടുന്ന റെസിസ്റ്റൻസ് ആണ് നമ്മുടെ തെവനിൻ റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. റൈറ്റ്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് തന്നെ നോക്കാം. തെവനിൻ വോൾട്ടേജ് നമുക്ക് ഫസ്റ്റ് ഇവാലുവേറ്റ് ചെയ്യാം. റൈറ്റ്. തെവനിൻ വോൾട്ടേജ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ വരുന്ന വോൾട്ടേജ് ആണ് തെവനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഈ രണ്ട് ടെർമിനലിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആണ് തെവനിൻ വോൾട്ടേജ്. അപ്പോൾ തെവനിൻ വോൾട്ടേജ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഫിഗറിൽ ഈ ഫിഗർ ഒന്ന് മാറ്റി വരയ്ക്കുക. ഇങ്ങനത്തുള്ള ഫിഗർ വരുമ്പോൾ എപ്പോഴും പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാവുന്ന ഒരു കേസാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫിഗർ ഒന്ന് റീഡ്രോ ചെയ്ത് വരയ്ക്കുക. 5, 3, 10, 30. ഇങ്ങനെയാണ് ഈ ഫിഗർ ഇപ്പോൾ ഇരിക്കുന്നത്. റൈറ്റ്. തെവനിൻ വോൾട്ടേജ് ഈ ഒരു ടെർമിനലിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് തെവനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത്. ഇങ്ങനെ ഒരു സർക്യൂട്ട് കാണുമ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ 3 ohmലൂടെ ഒരു കറന്റും ഫ്ലോ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നോ കറന്റ് ഫ്ലോസ് ത്രൂ ദിസ് 3 ohm. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഒരു ടെർമിനൽ ഓപ്പൺ സർക്യൂട്ടിലാണ്, എയറിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാം കറന്റ് ഫ്ലോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്ലോസ്ഡ് പാത്ത് ഉണ്ടെങ്കിലേ കറന്റ് ഫ്ലോ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ഈ 3 ohmന്റെ ഒരു ടെർമിനൽ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, മറ്റേ ടെർമിനൽ ഓപ്പൺ ആയതുകൊണ്ട് ഒരു കറന്റ് ഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ ഈ സർക്യൂട്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ റീഡ്രോ ചെയ്ത് മാറ്റാൻ പറ്റും. റൈറ്റ്. കളർ ഒന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ. അപ്പോൾ ഈ സർക്യൂട്ട് തന്നെയാണ് നമുക്ക് എങ്ങനെ റീഡ്രോ ചെയ്ത് മാറ്റാൻ പറ്റും. ഇങ്ങനെ 5 ohm, പിന്നെ അതാ ഒരു 10 ohm, 30 volt. അപ്പോൾ തെവനിൻ വോൾട്ടേജ് ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആയിരുന്നു, അവിടെ ആ 3 ohm മാറി. അപ്പോൾ ഇതിന് ഈ 10 ohmന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആയി കഴിഞ്ഞു തെവനിൻ വോൾട്ടേജ്. അത് വെറും വോൾട്ടേജ് ഡിവിഷൻ റൂൾ. വോൾട്ടേജ് ഡിവിഷൻ റൂളാണ്. തെവനിൻ വോൾട്ടേജ് ഈക്വൽ ടു ടോട്ടൽ വോൾട്ടേജ് 30 ഇൻറ്റു എവിടത്തെയാണോ റെസിസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത് അത് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 10 + 5. റൈറ്റ്. അപ്പോൾ 30/300/15 എന്ന് തോന്നുന്നു. ദാറ്റ്സ് ഈക്വൽ ടു 20 വോൾട്ട്. അപ്പോൾ തെവനിൻ വോൾട്ടേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 വോൾട്ട് ആയിട്ട് തോന്നുന്നു. ഒറ്റ സ്റ്റെപ്പ്, ഇത്ര മാത്രമേ മാനിപ്പുലേഷൻ ഉള്ളൂ. ഇതിൽ നിന്ന് തന്നെ ഡയറക്റ്റ്ലി തന്നെ തെവനിൻ വോൾട്ടേജ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്തു. ഇനി നമുക്ക് തെവനിൻ റെസിസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യണം. തെവനിൻ റെസിസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, സോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യണം. വോൾട്ടേജ് സോഴ്സിനെ കില്ല് ചെയ്യുമ്പോൾ ഷോർട്ട് സർക്യൂട്ട് ആക്കണം.
അപ്പോൾ അതിന് കറസ്പോണ്ടിങ്ങിലുള്ള ഫിഗർ വരയ്ക്കുകയാണ് 5, 10, 3. ഇവിടെ നിന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. റൈറ്റ്, തെവെനിൻ റെസിസ്റ്റൻസ്. അപ്പോൾ ഇതിന് ഈ റെസിസ്റ്റൻസ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെവെനിൻ റെസിസ്റ്റൻസ് ഈക്വൽ ടു 5 പാരലൽ 10. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്തുണ്ട്? +3. സോ 5 പാരലൽ 10 +3 എന്ന് വരും. അതായത് 50/15 +3 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 19/3 ഓം എന്ന് വരും. 19/3 ഓം. അപ്പോൾ ഇവിടുത്തെ തെവെനിൻ റെസിസ്റ്റൻസ് 19/3 ഓമും തെവെനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് 20 വോൾട്ടും ആയിരിക്കും. ഇനി ഇത്ര മാത്രം വരച്ചു വെച്ച് കഴിഞ്ഞാൽ പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടത്തില്ല. പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ ഇതിന് ഇക്വലൻ്റ് ആയിരിക്കുന്ന ഇതേ കണക്കുള്ള ഫിഗറും കൂടെ നിങ്ങൾ റീഡ്രോ ചെയ്യണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കംപ്ലീറ്റ് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ തെവെനിൻ വോൾട്ടേജ് ഫിഗറിൽ വരയ്ക്കുക. 20 വോൾട്ട് റെസിസ്റ്റൻസ്, തെവെനിൻ റെസിസ്റ്റൻസ് സീരീസ് ആയിട്ട് 19/3. റൈറ്റ്. ഇനി പറയുന്ന റെസിസ്റ്റൻസ് അതിന് ആദ്യം കണക്ട് ചെയ്യുന്നത് 10 ഓം. ഇനി അത് മാർക്ക് ചെയ്യണം. VTH ആണത്. VTH ഈക്വൽ ടു 20 വോൾട്ട്. സിമിലർലി RTH ഈക്വൽ ടു 19/3. ഇതായിരിക്കും നിങ്ങളുടെ ഫൈനൽ ഫിഗർ ആയിട്ട് വരുന്നത്. ഈ ഫിഗറും കൂടെ വരയ്ക്കാൻ ശ്രദ്ധിച്ചിരിക്കും. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് ഫൈൻഡ് ദ കറന്റ് ഇൻ ദ 1 ഓം റെസിസ്റ്റർ യൂസിങ് തെവെനിൻസ് തിയറം. തെവെനിൻസ് തിയറം വെച്ച് 1 ഓം റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ഇവാലുവേറ്റ് ചെയ്യാനാണ് ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത്. സോ നമുക്ക് ഈ ഫിഗർ ഒന്ന് തെവെനിൻസ് വോൾട്ടേജ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിൽ, അതായത് ഈ റെസിസ്റ്റൻസ് മാറ്റിക്കൊണ്ടുള്ള ഭാഗം ഒന്ന് വരച്ചു നോക്കാം. റൈറ്റ്. 21 വോൾട്ട്, 21 എന്ന് മാത്രമേ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നുള്ളൂ. 7, 2. നെക്സ്റ്റ് ഡയഗണലി ഒരു 7 ഓം ഉണ്ടായിരുന്നു. 7 ഓം ഉണ്ടായിരുന്നു. ഇവിടെ ഒരു 5 ഓം കൊണ്ടുവന്ന് കണക്ട് ചെയ്തിരുന്നു. റൈറ്റ്. നെക്സ്റ്റ് ഇവിടെ ഒരു 1.2, ഇവിടെ ഒരു 1.8. റൈറ്റ്. ഇങ്ങനെയായിരുന്നു ഈ ഫിഗർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതിൽ ഈ പോയിന്റിന് അക്രോസ് വരുന്ന, ഈ രണ്ട് പോയിന്റിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് തെവെനിൻ വോൾട്ടേജ് ആയിട്ട് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ 1.2 ഓമിലൂടെയും 1.8 ഓമിലൂടെയും 1.8 ഓമിലൂടെയും 1.8 അല്ല 18 ഓം, റൈറ്റ്, സോറി, 18 ഓമിലൂടെയും ഒരു കറണ്ടും ഫ്ലോ ചെയ്യത്തില്ല. 1.2 ഓമിലൂടെയോ 18 ഓമിലൂടെയോ ഒരു കറണ്ടും ഫ്ലോ ചെയ്യത്തില്ല. അപ്പോൾ നമ്മുടെ ഫിഗർ ഞാനത് ഒന്നുകൂടെ റീഡ്രോ ചെയ്യാം. അപ്പോൾ ഫിഗറിൽ ഇപ്പം ഉള്ളത് 1.2 ഓമും 18 ഓമും ഇല്ല, ബാലൻസ് ഉള്ള എലമെൻസേ ഉള്ളൂ. അതായത് 21 വോൾട്ട്, പിന്നെ ഒരു 7 ഓം ഉണ്ട്. ഇനി ഡയഗണലി ഒരു 7 ഓം ഉണ്ട്. ഇനി പിന്നീടുള്ളത് ഒരു 5 ഓമും 2 ഓമും ആണ്. ഇപ്പം ഈ 2 ഓമിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആയിരിക്കും എത്ര വോൾട്ടേജ് ആയിട്ട് വരുന്നത്? തെവെനിൻസ് വോൾട്ടേജ് ആയിട്ട് വരുന്നത്. റൈറ്റ്. 2 ഓമിന് അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് ആയിരിക്കും തെവെനിൻ വോൾട്ടേജ് ആയിട്ട് വരുന്നത്. കാരണം ഇവിടെ ഉണ്ടായിരുന്ന 1.2നും 18 ഓമിന് അക്രോസ് ഒരു വോൾട്ടും ഡെവലപ്പ് ചെയ്യുന്നില്ല. കാരണം കറണ്ട് ഫ്ലോ ഇല്ല. ഈ രണ്ട് പോയിന്റ് അക്രോസ് ഉണ്ടായിരുന്ന വോൾട്ടേജ് ആയിരുന്നു തെവെനിൻ വോൾട്ടേജ്. അതായത് ഈ റെസിസ്റ്റൻസിന് അക്രോസ് വരുന്ന വോൾട്ടേജ് പ്ലസ് ഈ റെസിസ്റ്റൻസിന് അക്രോസ് വരുന്ന വോൾട്ടേജ് പ്ലസ് ഈ പറയുന്ന 18 ഓമിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആയിരുന്നു. പക്ഷേ ഈ 1.2ലും 18 ഓമിലും കറണ്ട് ഫ്ലോ ചെയ്യാത്തത് കൊണ്ട്, കാരണം അത് ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുന്നത് കൊണ്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ഓമിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ആയിരിക്കും തെവെനിൻ വോൾട്ടേജ് ആയിട്ട് വരുന്നത്. ഇനി ഈ രണ്ട് ടെർമിനൽ 5 ഓം 2 ഓമുമായിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? 5 ഓം ആൻഡ് 2 ഓം ആർ ഇൻ സീരീസ്. റൈറ്റ്. കാരണം ഈ 18 ഓമിലൂടെ ഒരു കറണ്ടും പോകുന്നില്ല. ഈ വരുന്ന കറണ്ട് കംപ്ലീറ്റ്ലി മുകളിലോട്ട് തന്നെ കയറുന്നുണ്ട്. അപ്പോൾ 5 ഓം ആൻഡ് 2 ഓം ആർ ഇൻ സീരീസ് ആയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആ ഫിഗർ വരയ്ക്കുമ്പോൾ പ്രോബ്ലം സിംപ്ലിഫിക്കേഷന് വേണ്ടി ഞാൻ ഇതേ കണക്ക് റീഡ്രോ ചെയ്യാം. ഇവിടെ ഒരു 5 ഓം, ഇവിടെ ഒരു 2 ഓം, രണ്ടും ഒറ്റ ടെർമിനലാണ്. റൈറ്റ്. അപ്പോൾ ഈ പോയിന്റിന് അക്രോസ് ആണ് തെവെനിൻ വോൾട്ടേജും ഉള്ളത്. റൈറ്റ്. അപ്പോൾ നമ്മുടെ ഫിഗർ ഇതേ കണക്കിരിക്കുകയാണ്. ഫിഗർ ഇതേ കണക്കിരിക്കുമ്പം നമുക്ക് ഈ രണ്ട് പോയിന്റിനെ ഞാൻ CD ആയിട്ട് മാർക്ക് ചെയ്യാം. റൈറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വോൾട്ടേജ് അക്രോസ് CD നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. വോൾട്ടേജ് അക്രോസ് CD എന്ന് പറയുന്നത് ടോട്ടൽ വോൾട്ടേജ് 21 ഇൻറ്റു ഈ 7 ഓം പാരലൽ വിത്ത് 5+2. റൈറ്റ്. 7 ഓം പാരലൽ വിത്ത് 5+2. 5+2 എന്ന് വെച്ചാൽ അനദർ 7 ഓം ആണ്. അപ്പോൾ 7 ഓം പാരലൽ 7 ഓം എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5 ഓം ആണ്. സെയിം റെസിസ്റ്റൻസ് ആകുമ്പോൾ ഹാഫ് ആയിട്ട് സ്പ്ലിറ്റ് ആകും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്
ഇപ്പം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് 3.5 ഓം ആണ്. 3.5 ഓം. അപ്പോൾ വോൾട്ടേജ് അക്രോസ് സി ഡി, ഇതിന് അക്രോസ് വരുന്ന വോൾട്ടേജ്, ഈ പറയുന്ന ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്ന 3.5 ഓമിന് അക്രോസ് വരുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 21 into 3.5 ദാറ്റ് റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ്. ടോട്ടൽ റെസിസ്റ്റൻസ് 3.5 പ്ലസ് 7. ഈ 7 എന്ന് പറയുന്നത് ഈ 7 ഓം ആണ്. റൈറ്റ്. അപ്പോൾ സോ നിങ്ങളുടെ വോൾട്ടേജ് അക്രോസ് സി ഡി എന്ന് പറയുന്നത് 21 into 3.5 by 10.5. നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ 7 വോൾട്ട് എന്ന് വന്നു. അപ്പോൾ 7 വോൾട്ടേജ് ആണ് വോൾട്ടേജ് അക്രോസ് സി ഡി എന്ന് പറയുന്നത്. റൈറ്റ്. വോൾട്ടേജ് അക്രോസ് സി ഡി എന്ന് പറയുന്നത് 7 വോൾട്ടായിട്ട് വന്നു. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരുന്നത് തെവനിൻ വോൾട്ടേജ് ആണ് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. തെവനിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഏതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് ആണെന്ന് പറഞ്ഞു? ഈ 2 ഓമിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് തെവനിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു. കളർ ഒന്നുകൂടെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. ഓക്കെ. തെവനിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ അതാണ്ട് ഈ പറയുന്ന 2 ഓമിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആണ് തെവനിൻ വോൾട്ടേജ്. ബട്ട് ടോട്ടൽ 5+2 അക്രോസ് ഡെവലപ്പ് ചെയ്യുന്ന വോൾട്ടേജ് 7 വോൾട്ടേജ് ആയിട്ട് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്തു. അപ്പോൾ 2 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് എന്ന് പറയുന്ന സീരീസ് ആയിട്ടാണ് റെസിസ്റ്റൻസ് ഉള്ളത്. അപ്പോൾ വോൾട്ടേജ് ഡിവിഷൻ നടക്കും. ടോട്ടൽ വോൾട്ടേജ് 7 ഇൻറ്റു ആ ബ്രാഞ്ച്, ആ ഏതിൽ എവിടത്തെയാണോ റെസിസ്റ്റൻസ് അത് ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ ടോട്ടൽ റെസിസ്റ്റൻസ് 2 + 5. റൈറ്റ്. അപ്പോൾ ഇത് എത്രയായിട്ട് വന്നു? 2 വോൾട്ട് പോകുന്നു. അപ്പോൾ തെവനിൻ വോൾട്ടേജ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 വോൾട്ടായിട്ട് വന്നു. തെവനിൻ വോൾട്ടേജ് ഈക്വൽ ടു 2 വോൾട്ട്. റൈറ്റ്. ഇനി നെക്സ്റ്റ് ഇവാലുവേറ്റ് ചെയ്യേണ്ട തെവനിൻ റെസിസ്റ്റൻസ് ആണ്. തെവനിൻ റെസിസ്റ്റൻസ്. തെവനിൻ റെസിസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു, സോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യുക. അപ്പോൾ വോൾട്ടേജ് സോഴ്സ് ആണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ബാലൻസ് ഉള്ളത് നോക്കുക. 7 പാരലൽ ചെക്ക് ചെയ്യാം. 5 ഇവിടെ ഉണ്ട്. ഇവിടെ ഒരു 2 ഓം ഉണ്ട്. ഇവിടെ 1.2 ഓം ഉണ്ട്. ഇവിടെ ഒരു 18 ഓം ഉണ്ടായിരുന്നു. സോ ഇങ്ങനെ തെവനിൻ റെസിസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുമ്പം ഈ എൻഡിൽ നിന്ന് തന്നെ വ്യൂ ചെയ്ത് തുടങ്ങാം. ഈ എൻഡിൽ നിന്ന്. അപ്പോൾ സോ നമുക്ക് ചെക്ക് ചെയ്യാം. 1.2 പ്ലസ് ഇനി 7 പാരലൽ 7. 7 പാരലൽ 7 എന്ന് വെച്ച് കഴിഞ്ഞാൽ 3.5. റൈറ്റ്. 3.5 ഉണ്ട്. 3.5 പ്ലസ് 5. റൈറ്റ്. 3.5 പ്ലസ് 5 പാരലൽ 2. 3.5 പ്ലസ് 5 പാരലൽ 2. പിന്നെ അതിൻ്റെ കൂടെ എന്തും കൂടെ ഉണ്ട്? 18 കൂടെ. റൈറ്റ്. സോ നിങ്ങൾക്ക് ആൻസർ എന്ന് പറയുന്നത് ഇത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 1.2, 7 പാരലൽ 7 പ്ലസ് നെക്സ്റ്റ് 5 ഉണ്ടായിരുന്നു. ഇത് ടോട്ടൽ ഇൻ പാരലൽ വിത്ത് 2 ആണ്. അതിനോടൊപ്പം പ്ലസ് 18 ചെയ്യുക. സോ നിങ്ങളുടെ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 20.819 ഓം എന്ന് വരും. 20.81 ഓം എന്ന് വന്നു. റൈറ്റ്. ഇനി നിങ്ങൾ ഈ ഫൈനലി വരയ്ക്കുമ്പോൾ ആ തെവനിൻ വോൾട്ടേജും തെവനിൻ റെസിസ്റ്റൻസും കൂടെ വെച്ചുകൊണ്ടുള്ള ഫിഗറും കൂടെ ഓർത്തിരിക്കുക, വരച്ചിരിക്കുക. റൈറ്റ്. ഇനി ഈ ക്വസ്റ്റ്യനിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറഞ്ഞിരുന്നത് ഫൈൻഡ് ദ കറണ്ട് ത്രൂ 1 ഓം ആണ്. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഫിഗർ വരച്ച് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ തെവനിൻ വോൾട്ടേജ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്ത് ഇവിടെ വന്നിരിക്കുന്ന 2 വോൾട്ട് ആയിരുന്നു. സോ 2 വോൾട്ട്. പിന്നെ തെവനിൻ റെസിസ്റ്റൻസ് 20.81 ആയിരുന്നു. നെക്സ്റ്റ് സീരീസ് ആയിട്ടുള്ള 1 ഓം. റൈറ്റ്. അപ്പോൾ ഈ 1 ഓമിലൂടെ ഉള്ള കറണ്ടാണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. സോ 1 ഓമിലൂടെ ഒഴുകുന്ന കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് ആണ്. 2 ബൈ 20.81 പ്ലസ് 1, അതായത് 21.81. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ആൻസർ 0.9166 ആംബിയർ എന്ന് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. 0.9166 ആംബിയർ എന്ന് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നോർട്ടൺ ഇക്വലന്റ് സർക്യൂട്ട് ആണ് ഈ ക്വസ്റ്റ്യനിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. തെവനിൻ ഇക്വലന്റ് വെച്ചുകൊണ്ടുള്ള 2 പ്രോബ്ലം കഴിഞ്ഞു. നമുക്കിനി നോർട്ടൺ ഇക്വലന്റ് ഉള്ള പ്രോബ്ലത്തിലേക്ക് കയറാം. അപ്പോൾ നമ്മൾ തെവനിൻ വോൾട്ടേജ് ഇവാലുവേറ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു കാര്യം കൂടെ മെൻഷൻ ചെയ്യണമെന്നുണ്ട്. അത് തെവനിൻ വോൾട്ടേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ്. 2 പോയിന്റ്സിന് അക്രോസ് വരുന്ന ഓപ്പൺ സർക്യൂട്ട് വോൾട്ടേജ് ആണ് നമ്മുടെ തെവനിൻ വോൾട്ടേജ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുക. സിമിലർലി നോർട്ടൺ ഇക്വലന്റിൽ നോർട്ടൺ വോൾട്ടേജ് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ്. നോർട്ടൺ കറണ്ട് എന്ന് പറയുന്നത് ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ്. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ദാറ്റ് ഫ്ലോസ് ബിറ്റ്വീൻ ദ ടെർമിനൽസ്. റൈറ്റ്. ഷോർട്ട് സർക്യൂട്ട് കറണ്ട് ആണ് അത് ഈ ടെർമിനലിലൂടെ ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ഇക്വലന്റ് നോർട്ടൺ സർക്യൂട്ട് വരയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത കണക്ക് വോൾട്ടേജ് സോഴ്സ് ഇൻ സീരീസ് വിത്ത് റെസിസ്റ്റൻസിന് പകരം ഇവിടെ നമുക്ക് കിട്ടുന്നത് ഒരു കറണ്ട് സോഴ്സ്. ആ കറണ്ട് സോഴ്സ് ആണ് നോർട്ടൺസ് കറണ്ട് IN ഇൻ പാരലൽ വിത്ത് റെസിസ്റ്റൻസ്. ആ റെസിസ്റ്റൻസ് ആണ് നോർട്ടൺസ് റെസിസ്റ്റൻസ്. റൈറ്റ്. ഇങ്ങനെയായിരിക്കും നമുക്ക് വരുന്നത്. ഇവിടെ ഈ 5 ഓമിലൂടെ ഉള്ളതാണ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. അപ്പം
എ ബി എന്ന് പറയുന്ന പോയിന്റ്സ് ഇങ്ങനെ ഇരിക്കും. അതായത് ഇത്രയും ഭാഗത്തിനെ നമ്മൾ റീപ്ലേസ് ചെയ്തുന്നത് ഈ ഒരു ഭാഗമായിട്ട് വരും. റീപ്ലേസ് ചെയ്ത് റീഡ്രോ ചെയ്യുന്നു. അപ്പോൾ ഇനി ഇതിൽ നോർട്ടൺസ് കറണ്ട് നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്യാം. നോർട്ടൺ കറണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ ഉള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ 5 ഓം ഉണ്ട്, 2 ഓം ഉണ്ട്, നെക്സ്റ്റ് താഴോട്ട് 2 ഓം, ഒരു 12 വോൾട്ട് ഉണ്ട്. ഇനി ഇത് ഷോർട്ട് ചെയ്തിട്ടുണ്ട്. റൈറ്റ്, ഷോർട്ട് ചെയ്യുമ്പോൾ ഇവിടെ കൂടെ ഒഴുകുന്ന കറണ്ടാണ് നോർട്ടൺസ് കറണ്ട് എന്ന് പറഞ്ഞു. സോ ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമുള്ളത് നോഡ് ഇക്വേഷൻ എഴുതിയാൽ മതി. ഒറ്റ നോഡിൻ്റെ ഇക്വേഷനിൽ തന്നെ ആൻസർ കിട്ടും. ഞാൻ ഈ നോഡ് വോൾട്ടേജിനെ വി ആയിട്ട് റിലേറ്റ് ചെയ്യാണ്. നോഡ് വോൾട്ടേജ് വി ആയിട്ട് റിലേറ്റ് ചെയ്യാം. സോ വി നോഡ് ഇക്വേഷൻ എഴുതാം. വി മൈനസ് 12/5 പ്ലസ് വി ബൈ 2 പ്ലസ് വി ബൈ 2 ഈക്വൽ ടു 0. അപ്പോൾ വി കോമൺ ആയിട്ട് എടുക്കുന്നു. 1/5 പ്ലസ് 1/2 പ്ലസ് 1/2 എന്ന് വെച്ചാൽ അഗെയിൻ 1 എന്ന് തോന്നും, ഈക്വൽ ടു 12/5. അപ്പോൾ അതിൽ നിന്ന് വി ഈക്വൽ ടു 12/5 ഇൻറ്റു നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് 6/5 ഇൻറ്റു 5/6, റൈറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഈക്വൽ ടു 2 വോൾട്ട് എന്ന് തോന്നും. അത് നിങ്ങളുടെ വി ആണ് കിട്ടുക. അപ്പോൾ നോർട്ടൺ കറണ്ട് ഐ എൻ എന്ന് പറഞ്ഞാൽ അത് ഇവിടെ കൂടെ പോകുന്ന കറണ്ടാണ്. അപ്പോൾ വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ് എടുത്താൽ മതി. ഈ ടെർമിനലിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന 2 വോൾട്ട് ആണ്. സോ 2 ബൈ റെസിസ്റ്റൻസ് 2 ആണ്. സോ നോർട്ടൺസ് കറണ്ട് ഈക്വൽ ടു 1 ആംപിയർ. റെസിസ്റ്റൻസ് ഈ 2 ഓം ആണ് ഇവിടെ എടുത്തത്. വോൾട്ടേജ് ഡിവൈഡഡ് ബൈ ഇവിടുത്തെ റെസിസ്റ്റൻസ്. സോ നോർട്ടൺസ് കറണ്ട് നമ്മളിപ്പോൾ ഇവാലുവേറ്റ് ചെയ്തു. ഇനി അടുത്ത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരുന്നത് നോർട്ടൺസ് റെസിസ്റ്റൻസ് ആണ്. നോർട്ടൺസ് റെസിസ്റ്റൻസ് വേറെ ഒന്നുമല്ല, തെവനിൻ റെസിസ്റ്റൻസ് തന്നെയാണ്. ആർ നോർട്ടൺ തന്നെയാണ് RTh. സോ നേരത്തെ പറഞ്ഞ കണക്ക് സോഴ്സസ് ഉണ്ടെങ്കിൽ അതിനെ കില്ല് ചെയ്യുക, വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് ചെയ്യുക, കറണ്ട് സോഴ്സ് ഉണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യുക. അത് ഓപ്പൺ ചെയ്യുമ്പോൾ കറണ്ട് സോഴ്സിൽ നിന്ന് കറണ്ട് ഒന്നും ഫ്ലോ ചെയ്യത്തില്ല. സിമിലർലി വോൾട്ടേജ് സോഴ്സ് ഉണ്ടെങ്കിൽ ഷോർട്ട് ചെയ്യുന്നതോടുകൂടി അതിൽ നിന്ന് ഒരു വോൾട്ടേജും പുറത്തോട്ട് പോകത്തില്ല. അപ്പോൾ ആ ഒരു കൺസെപ്റ്റാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇവിടുത്തെ നോർട്ടൺസ് റെസിസ്റ്റൻസ് നമുക്ക് നോക്കാം. That is equal to 5 parallel 2 plus 2. Right? 5 parallel 2 plus 2 എന്ന് തോന്നുന്നു. അത് ഈക്വൽ ടു എന്ന് പറഞ്ഞാൽ 10/7 plus 2 അല്ലെങ്കിൽ 24/7 ഓം എന്ന് തോന്നുന്നു. 24/7 ഓം എന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നോർട്ടൺ ഇക്വലൻ്റ് ആണ് ഫിഗറിൽ വരയ്ക്കേണ്ടത്. അപ്പോൾ നോർട്ടൺ ഇക്വലൻ്റും കൂടെ വരയ്ക്കുന്നതോടെ നമുക്ക് ആ പാർട്ട് കംപ്ലീറ്റ് ചെയ്യാം. നോർട്ടൺ ഇക്വലൻ്റും കൂടെ നമുക്കൊന്ന് വരയ്ക്കാം. സോ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന കറണ്ട് സോഴ്സ്, അതായത് 1 ആംപിയർ നോർട്ടൺസ് കറണ്ട് ആണ്. IN ഈക്വൽ ടു 1 ആംപിയർ തന്നെ മാർക്ക് ചെയ്യുക. ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്തിരിക്കുന്ന നോർട്ടൺ റെസിസ്റ്റൻസ് RN ഈക്വൽ ടു 24/7. പിന്നീട് ആ സർക്യൂട്ടിൽ ഉണ്ടായിരുന്ന റെസിസ്റ്റൻസ് 5 ഓം. സോ ഇതാണ് നിങ്ങളുടെ ഫൈനലായിട്ട് വരുന്ന ഫിഗർ എന്ന് പറയുന്നത്. റൈറ്റ്, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത് കറണ്ട് ത്രൂ 3 ഓം യൂസിങ് നോർട്ടൺസ് തിയറം. നോർട്ടൺസ് തിയറം വെച്ച് കറണ്ട് ത്രൂ 3 ഓം ആണ് ഇവാലുവേറ്റ് ചെയ്യാൻ പറയുന്നത്. 3 ഓം ഇവിടെ ഉണ്ടായിരിക്കുന്ന റെസിസ്റ്റൻസ് ആണ്. സോ ഇതിൽ നമുക്ക് നോർട്ടൻ്റെ ഇക്വലൻ്റ് ആയിട്ടുള്ള സർക്യൂട്ട് വരയ്ക്കാം. അതായത് ആ 3 ഓം വരുന്ന ഭാഗത്ത് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് നോർട്ടൺ ഇക്വലൻ്റ് ആയിട്ടുള്ള ഫിഗർ എന്ന് പറയുന്നത്. 4 to 4 ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഇവിടെ ഒരു 4 ഓം ഉണ്ട്. അതിന് മുമ്പ് ലെഫ്റ്റ് എൻഡിൽ 20 വോൾട്ട് സോഴ്സ് ഉണ്ട്. റൈറ്റ്, ഇവിടെ ഒരു 2 ആംപിയർ ഉണ്ട്. നെക്സ്റ്റ് 3 ഓമിൻ്റെ ഷോർട്ട് ചെയ്ത് 4 ഓം. അപ്പോൾ ഇത് ഇവിടെ ആ നോർട്ടൺസ് കറണ്ട്, അതായത് ഈ ഒരു ടെർമിനലിലൂടെ പോകുന്ന കറണ്ടാണ് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറയുമ്പോൾ ഏറ്റവും എളുപ്പമുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, നോഡ് ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുക. ഈ 2 ടെർമിനൽ, ഈ 2 നോഡ് വോൾട്ടേജ് ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ഇവിടെ മെഷ് ഇക്വേഷൻ ഒരു രീതിയിലും ആപ്ലിക്കബിൾ അല്ല, കാരണം ഈ കറണ്ട് സോഴ്സ് ഒരു മെഷിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഡയറക്റ്റ്ലി മെഷ് ഇക്വേഷൻ കഴിയത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നോഡ് ഇക്വേഷൻ തന്നെ വർക്കൗട്ട് ചെയ്യാം. V1 V2 2 ഇക്വേഷൻസ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. V1 ഇവിടുത്തെ വോൾട്ടേജും V2 മറ്റേ ടെർമിനലിലെ വോൾട്ടേജ്. നോഡ് ഇക്വേഷൻ എഴുതുകയാണ്. സോ V1 minus 20/4 plus V1/4, right, plus V1 minus V2/2 equal to 0.
സിമിലർലി സെക്കൻഡ് ഇക്വേഷൻ എഴുതാം. സെക്കൻഡ് ഇക്വേഷൻ എഴുതാം. അതിനു മുമ്പ് നമുക്കിതിനെ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. V1 ഇൻറ്റു കോമൺ ടൈംസ് എടുക്കുകയാണ് 1/4 പ്ലസ് അഗെയിൻ 1/4 പ്ലസ് 1/2 മൈനസ് VB ഇൻറ്റു 1/2 റൈറ്റ് ഈക്വൽ ടു 5. ഇക്വേഷൻ 1 ആയിട്ട് ഞാൻ ഇത് റിലേറ്റ് ചെയ്യാം. ഇനി നമുക്ക് സെക്കൻഡ് ഇക്വേഷനിലേക്ക് പോകാം. സെക്കൻഡ് ഇക്വേഷനിൽ V2 ആണ്, V2 നോഡിലുള്ളതാണ്. അപ്പോൾ സോ V2 മൈനസ് V1/2 പ്ലസ് V2/4 ഈക്വൽ ടു 2. കാരണം 2 ആംപിയർ കറണ്ട് സോഴ്സ് നോഡിലേക്ക് എൻ്റർ ചെയ്യാണ്. ബാലൻസ് ഉള്ളതെല്ലാം ലീവ് ചെയ്യുന്നുള്ളതായിരുന്നു കൺസെപ്റ്റ്. അപ്പോൾ 2 ആംപിയർ ഇതിനകത്തോട്ട് എൻ്റർ ചെയ്യുന്നുണ്ട്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്നതുകൊണ്ട് -2 വരും. അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മാറ്റി എഴുതുക. സോ V1 ടൈംസ് കോമൺ ചെയ്യുക. V1 മൈനസ് 1/2 ഒരു ടേം മാത്രമേ ഉള്ളൂ, പ്ലസ് V2 ഇൻറ്റു 1/2 പ്ലസ് 1/4 ഈക്വൽ ടു 2. ഇക്വേഷൻ 2 ആയിട്ട് നിങ്ങൾക്ക് ഒബ്റ്റെയിൻ ചെയ്യും. റൈറ്റ്. ഇനി നമുക്കിത് കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ V1 V2 കിട്ടും. കാൽക്കുലേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് V1 V2 ഒബ്റ്റെയിൻ ചെയ്യും. സോ കാൽക്കുലേറ്ററിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം കിട്ടുന്നത് V1 ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 9.5 വോൾട്ടും V2 ഈക്വൽ ടു 9 വോൾട്ടെന്നും കിട്ടും. ഇനി നമുക്ക് ഇവാലുവേറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ആവശ്യമുള്ളതെന്ന് പറഞ്ഞാൽ നോർട്ടൺസ് കറണ്ടാണ്. നോർട്ടൺസ് കറണ്ടാണ് നമ്മളടുത്ത് ഇവാലുവേറ്റ് ചെയ്യേണ്ട ടൈം. സോ നോർട്ടൺസ് കറണ്ട് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടത് IN ഈക്വൽ ടു V2/4 ആണ്. അപ്പോൾ സോ നോർട്ടൺ കറണ്ട് നമുക്ക് കിട്ടി 9/4 ഈക്വൽ ടു 2.25 ആംപിയർ നോർട്ടൺസ് കറണ്ട് കിട്ടി. റൈറ്റ്. ഇനി നെക്സ്റ്റ് വരുന്നത് നോർട്ടൺസ് റെസിസ്റ്റൻസ് ആണ്. നോർട്ടൺസ് റെസിസ്റ്റൻസ് ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആ ഫിഗർ ഒന്ന് സോഴ്സസ് കില്ല് ചെയ്തുകൊണ്ട് നമുക്കൊന്ന് വരയ്ക്കാം. അപ്പോൾ ആ 20 വോൾട്ടേജ് സോഴ്സിനെ കില്ല് ചെയ്യുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഭാഗം ഇല്ല, അതായത് ഇവിടെ ഷോർട്ടായിട്ട് വരുന്നത് ഇതുപോലെ ഷോർട്ടായിട്ട് വരും. ഷോർട്ടായിട്ട് വരിക എന്ന് പറയുമ്പോൾ 20 വോൾട്ട് സോഴ്സ് ഇല്ല, ഡയറക്ട്ലി 4 ഓം പാരലൽ വിത്ത് അനദർ 4 ഓം എന്ന് വരും. 4 ഓം ഇനി ഒരു 2 ഓം. ഇനി കറണ്ട് സോഴ്സിൻ്റെ അവിടെ ഓപ്പൺ സർക്യൂട്ടഡ് ആവും. റൈറ്റ്. കറണ്ട് സോഴ്സിനെ കില്ല് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സോ ഇവിടെ ഒരു 4 ഓം. ഇനി ഇവിടെ നിന്ന് നോക്കുന്നതാണ് ഈ പറയുന്ന നോർട്ടൺസ് റെസിസ്റ്റൻസ്. സോ 6 പ്ലസ് 4 പാരലൽ 4 6 പ്ലസ് 4 പാരലൽ 4 എന്ന് വരും. അതായത് 6 പ്ലസ് 2 ഈക്വൽ ടു 8 ഓം. സോ നോർട്ടൺസ് റെസിസ്റ്റൻസ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്തത് 8 ഓം എന്ന് കിട്ടി. ഇനി ഫൈൻഡ് ദ കറണ്ട് ത്രൂ 3 ഓം യൂസിങ് ദിസ് തിയറം ആണ്. അപ്പോൾ കറണ്ട് ത്രൂ 3 ഓം ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് റീപ്ലേസ് ചെയ്തുകൊണ്ടുള്ള ഫിഗർ വരയ്ക്കാം. വരച്ചിട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ തന്നെ ഒന്ന് വരയ്ക്കാം. സോ നോർട്ടൺസ് കറണ്ട് നമ്മൾ എടുത്ത ഡയറക്ഷനിൽ തന്നെയാണ് നോർട്ടൺസ് കറണ്ട് IN. നെക്സ്റ്റ് റെസിസ്റ്റൻസ് വന്നു. റെസിസ്റ്റൻസ് R നോർട്ടൺ ഈക്വൽ ടു 2.25. റെസിസ്റ്റൻസ് നമുക്ക് 8 ഓം. ഇത് 2.25. നെക്സ്റ്റ് 3 ഓം. സോ നോർട്ടൺസ് അല്ലെങ്കിൽ ആ 3 ഓമിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഈക്വൽ ടു I3 ഓം ഈക്വൽ ടു ടോട്ടൽ കറണ്ട് 2.25 ഇൻറ്റു ഓപ്പോസിറ്റ് ബ്രാഞ്ച് റെസിസ്റ്റൻസ്. എന്നത് ഇതാണ് 8 ടോട്ടൽ റെസിസ്റ്റൻസ് 8 + 3. സോ അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.636 ആംപിയർ. സോ അതായിരിക്കും നിങ്ങളുടെ ആൻസർ ആയിട്ട് വരും. 1.636 ആംപിയർ ആയിട്ട് വരും.